കേരളത്തിലെ തൊഴിലാളികൾക്ക് ആവേശം പകർന്നുകൊണ്ട് തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്ത് പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ തേടിക്കൊണ്ട് ശക്തമായ പ്രക്ഷോഭ രംഗത്തുള്ള FITU എന്ന തൊഴിലാളി പ്രസ്ഥാനത്തെ ഈ പുതിയ ടേമിൽ നയിക്കുവാൻ വേണ്ടി ഉത്തരവാദിത്തം ഏറ്റെടുത്ത പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ, ജനറൽ സെക്രട്ടറി തസ്ലീം മമ്പാട് അടക്കമുള്ള സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾ, FITUവിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ജോസഫ് ജോൺ, അതുപോലെ തന്നെ ഈ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ ഏവർക്കും ഊഷ്മളമായ അഭിവാദ്യങ്ങൾ നേരുകയാണ്. നമുക്കറിയാവുന്നതുപോലെ നമ്മുടെ രാജ്യം 90-കൾക്ക് ശേഷം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആഗോളവൽക്കരണത്തിന്റെയും ഉദാരവൽക്കരണത്തിന്റെയും സ്വകാര്യവൽക്കരണത്തിന്റെയും ഒരു യുഗത്തിലേക്ക് കടന്നപ്പോൾ ഈ രാജ്യത്തെ തൊഴിലാളികളുടെ അവകാശങ്ങൾ ഓരോന്നോരോന്നായി ധ്വംസിക്കപ്പെട്ടുകൊണ്ട് ഭരണകൂടങ്ങൾ മുന്നോട്ട് പോയപ്പോൾ പിന്നീട് കഴിഞ്ഞ 10 വർഷങ്ങളായി ഈ ഉദാരവൽക്കരണ നയങ്ങൾക്ക് കൂടുതൽ ശക്തി പകർന്നുകൊണ്ട് രാജ്യത്തെ ജനങ്ങൾക്കിടയിൽ വെറുപ്പും വിദ്വേഷവും, ഈ രാജ്യത്തെ ജനങ്ങളെ, പിന്നോക്കം നിൽക്കുന്ന പാർശ്വവൽക്കരിക്കപ്പെട്ട ജനങ്ങളെ അപരവൽക്കരിക്കുന്ന ഒരു സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ, വംശീയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ രാജ്യത്തെ തൊഴിലാളികളെ ചേർത്ത് പിടിക്കുവാനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാനും ഉയർത്തെഴുന്നേറ്റ FITU എന്ന പ്രസ്ഥാനത്തെ, ഈ തൊഴിലാളി പ്രസ്ഥാനത്തെ ഈ സംസ്ഥാനത്ത് കരുത്തു പിടിപ്പിക്കുവാൻ, അതിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുവാൻ, എല്ലാ അവകാശങ്ങളും ചവിട്ടിമതിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടുവാൻ, ചെങ്കൂറ്റത്തോടെ ഉയർന്നു നിൽക്കുവാൻ ഒരു പുതിയ നേതൃത്വത്തെ ഈ സമയത്ത് നമുക്ക് ലഭിച്ചു എന്നുള്ളത് സന്തോഷകരമായ ഒരു സംഗതിയാണ്. തീർച്ചയായിട്ടും ഈ പുതിയ നേതൃത്വത്തില് പുതിയ കാലഘട്ടത്തിന്റെ വെല്ലുവിളികളെ നേരിട്ടുകൊണ്ട് ശക്തമായി തൊഴിലാളി പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകാൻ സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് ഈ സമയത്ത് പറയുകയാണ്. ഈ മലപ്പുറം ജില്ലയിൽ വെച്ചുകൊണ്ട് തന്നെ ഇത്തരമൊരു സമ്മേളനം നടത്തുവാൻ വേണ്ടി സംസ്ഥാന കമ്മിറ്റി എടുത്ത തീരുമാനത്തെ മലപ്പുറം ജില്ലാ കമ്മിറ്റി പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. പ്രത്യേകിച്ചും ഇത്തരമൊരു സാഹചര്യത്തിൽ ഈ പോരാട്ട വീര്യങ്ങൾക്ക് ആക്കം പകർന്നുകൊണ്ടുള്ള നിരവധി തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ ഒരുപക്ഷെ ഈ രാജ്യത്തെ ഭരിച്ചുകൊണ്ടിരുന്ന രാജ്യം ഭരിച്ചുകൊണ്ട ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിയ കർഷകരടക്കമുള്ള ആളുകൾ ഈ രാജ്യത്ത് ഇവിടുത്തെ സാമ്രാജ്യത്തെ ശക്തികൾക്കെതിരെ പോരാടുകയും അവർക്കെതിരെ ശക്തമായ നിലയുറപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഈ രാജ്യത്തെ സാമ്രാജ്യത്തിന്റെ കരങ്ങളിൽ നിന്ന് മോചിപ്പിക്കുവാൻ ഇവിടെയുള്ള തൊഴിലാളികൾ നേതൃത്വം നൽകിയ സമരം അത് നമ്മൾ മറന്നു പോയിട്ടില്ല. അതുപോലെ തന്നെ ബീഡിത്തെരപ്പ് തൊഴിലാളികൾ 1939 പൊന്നാനിയിൽ വെച്ച് നടത്തിയിട്ടുള്ള ഐതിഹാസികമായ സമരം മലപ്പുറം ജില്ലയിലെ സമര ചരിത്രത്തിൽ എടുത്തു പറയേണ്ട സമരമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത്തരമൊരു ജില്ലയിൽ വെച്ചുകൊണ്ട് തന്നെ നിരവധി തൊഴിലാളികളുള്ള, ഒരുപക്ഷെ ഹോസ്പിറ്റൽ നഗരം എന്നറിയപ്പെടുന്ന ഈ പെരിന്തൽമണ്ണയിൽ തന്നെ ഇതിന്റെ ഒരു ലൊക്കേഷൻ തെരഞ്ഞെടുത്തപ്പോൾ ഇവിടെയുള്ള തൊഴിലാളികളടക്കമുള്ള ആളുകൾക്ക് ഊർജം പകരുന്ന ഏറ്റവും നല്ല ഒരു സമ്മേളനം, ഒരുപക്ഷെ ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ 2 ദിവസമായിട്ട് അനലൈസ് ചെയ്ത് എങ്ങനെയാണ് തൊഴിലാളികൾക്ക് ഇത്തരത്തിലുള്ള ഭരണകൂടങ്ങളുടെ ശക്തമായിട്ടുള്ള ചൂഷണത്തിൽ നിന്ന് അവർക്ക് എങ്ങനെ
അവിടെ അതിജീവിക്കാൻ സാധിക്കും, ഏത് അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കും എന്നതിനെ കുറിച്ച് ദിശാബോധം നൽകുന്ന 2 ദിവസത്തെ FITUവിന്റെ സമ്മേളനം ഇവിടെ അവസാനിക്കുമ്പോൾ സന്തോഷത്തോടുകൂടി ഞങ്ങൾ പറയുകയാണ്, തീർച്ചയായിട്ടും വരാനിരിക്കുന്ന കാലഘട്ടം എന്ന് പറയുന്നത് തൊഴിലാളികൾക്ക് പ്രതീക്ഷ നൽകുന്ന, അവിടെ അവകാശങ്ങൾ കവർന്നെടുക്കപ്പെടുമ്പോൾ അതിനുവേണ്ടി തെരുവോരങ്ങളിൽ നിരന്തരമായി ശബ്ദിക്കുന്ന ഒരു പ്രസ്ഥാനമായിട്ട് FITU നിങ്ങളോടൊപ്പം ഉണ്ടാവും, തൊഴിലാളികൾക്കൊപ്പം ഉണ്ടാവും എന്ന പ്രതീക്ഷയോടെ എല്ലാവിധ ആശംസകളും ഈ FITUവിന്റെ 3ാം സംസ്ഥാന സമ്മേളനത്തിന് നേർന്നുകൊണ്ട് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ പ്രസംഗിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം.